പശ്ചിമേഷ്യയിലെ ഗസയിൽ വംശഹത്യ നടത്തുന്നുവെന്ന ആരോപണം തമാശയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് UN സഭയിൽ പറഞ്ഞു. പുറത്തുവന്ന പട്ടിണി മരണങ്ങളുടെ വാർത്തകളെല്ലാം നെതന്യാഹു തള്ളിക്കളഞ്ഞു. ഹമാസ് ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഇസ്രായേൽ വേട്ട തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അന്ത്യശാസനം കൂടി ഇന്ന് UN വന്നു. ആ പ്രസംഗം നമുക്ക് Would a country committing genocide plead with the civilian population it is supposedly targeting to get out of harm's way? Would we tell them get out if we want to commit genocide? We're trying to get them out. And Hamas is trying to keep them in. And this charge is so baseless. The comparison to genocide, wholesale slaughter of populations. What, did the Nazis ask the Jews to leave, kindly leave, go out? Others, you want me to name all the genocidal leaders of history? Just go one by one. Did anyone do this? Did they say, get out so we can come in? Of course not. So the truth has been turned on its head. Hamas, a genocidal terrorist organization whose charter calls for the murder of all Jews on the planet. This genocidal organization is given a pass. It's barely mentioned. While Israel, which does everything it can to get civilians out of harm's way, Israel is put in the dock. What a joke. You want to hear another one? Israel is accused of deliberately starving the people of Gaza when Israel is deliberately feeding the people of Gaza. എന്നാൽ അതേസമയം ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ UN സഭയിൽ നിന്നിറങ്ങിപ്പോയി. മാത്രമല്ല നെതന്യാഹുവിന് നേരെ കൂകി വിളിക്കുകയും ചെയ്തു. നഗരത്തിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ശരിക്കും സാധാരണഗതിയിൽ UN പൊതുസഭയിലൊന്നും ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണാൻ കഴിയില്ല. കാരണം ഇറങ്ങിപ്പോകുന്ന മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഈ സെനറ്റ് യോഗത്തിലോ മറ്റുള്ള യോഗത്തിലൊക്കെ നടക്കുന്നതുപോലെ കൂകി വിളിച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്നത് രാജ്യാന്തര പ്രതിനിധികളൊക്കെ ചെയ്യുക സ്വാഭാവികമല്ല. പക്ഷേ അവർക്ക് അത്രമാത്രം അമർഷമുണ്ട്. കാരണം അവിടെ നടക്കുന്ന ഒരു ജനോസൈഡാണ്, കൂട്ടക്കൊലയാണെന്ന് പല ആളുകളും പറയും. നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഡോക്ടർ സന്തോഷ് കുമാറിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും അവിടുത്തെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ. എസ്കേൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എസ്കേൻ ഇപ്പോൾ ഫ്ലോറിലേക്ക് ചാടിക്കേറി വന്നതുപോലായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിലേക്ക് ചാടിക്കേറി വന്നത്. പക്ഷെ അദ്ദേഹത്തെ കാത്തിരുന്നത് കൂകി വിളിക്കുന്ന ഡെലിഗേറ്റ്സും അതുപോലെ സന്ദർശക ഗാലറിയിലുള്ളവരും, അത് മാത്രമല്ല പല ആൾക്കാരും മനഃപൂർവ്വം കാത്തിരുന്നതിന് ശേഷം ഇറങ്ങിപ്പോയി അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എസ്കേൻ ഐക്യരാഷ്ട്ര സഭയുടെ പുറത്തും വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെയും ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹം താമസിക്കുന്ന ഹോട്ടല് അപ്ടോൺ മിറ്റോണിലാണ്. അവിടെയും ഇന്നലെ രാത്രി മുതൽ ബെഞ്ചമിൻ നെതന്യാഹു എത്തിയപ്പോൾ മുതലുള്ള പ്രതിഷേധം വളരെ ശക്തമാണ്. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു ഇതൊന്നും കൂട്ടാക്കാതെ ഒറ്റപ്പെട്ട ചില കയ്യടികൾ തുടങ്ങി വെച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് തന്റെ പ്രസംഗത്തിലേക്ക് കടന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ പ്രസംഗം ഗസയിലുള്ളവർക്ക് കേൾക്കാനായിട്ട് അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തിയത് അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ബോംബ് വീഴുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്, നെതന്യാഹുവിന്റെ ശബ്ദമൊന്നും അവിടെ കേൾക്കുവാൻ സാധിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ബെഞ്ചമിൻ നെതന്യാഹു ഈ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനം പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഹമാസ് ഒക്ടോബർ 7 നടത്തിയ ആ കൊലപാതകങ്ങൾക്ക് പ്രതിരോധിക്കുവാനുള്ള ശ്രമമാണ് ഗസയിൽ നടത്തുന്നത് എന്നാണ് തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞു വരാൻ ശ്രമിച്ചത്. എസ്കേൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെലൻസ്കി പോലും ഈ കസേരകളിൽ ഇല്ലായിരുന്നു, ഒഴിഞ്ഞ കസേരകളായിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ സൂചി കുത്താൻ ഇടയില്ലാതിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒഴിഞ്ഞ കസേരയിൽ നോക്കി ബെഞ്ചമിൻ നെതന്യാഹുവിന് പ്രസംഗിക്കേണ്ടി വന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസിനോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ്, ഗസയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിലൂടെ ആയുധം വെച്ച് കീഴടങ്ങുക, മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേട്ടയാടുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയും. അതുപോലെ വെസ്റ്റേൺ രാജ്യങ്ങൾ പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ളതിനോട് പറഞ്ഞു യോജിച്ചതിനെയും വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, ഈ ലോകത്ത് ഇസ്രായേലിനെ മനസ്സിലാക്കുന്ന ഒരു ലോക നേതാവ് മാത്രമേ ഉള്ളൂ, അത് ഡൊണാൾഡ് ട്രംപ്. അതിന്റെ കാരണം ഇസ്രായേലും അമേരിക്കയ്ക്കും ഒരു പൊതു ഭീഷണിയാണ് ഉണ്ടാകുന്നത്. ഇത് കൂടാതെ അദ്ദേഹം ഒരു പ്ലാക്കാർഡ് ഉയർത്തി കാണിച്ചു, അതിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇത് ഇസ്രായേൽ ലഭ്യമല്ല, ഈ QR കോഡ്
സ്കാൻ ചെയ്താൽ ഈ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പിന്നീട് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളിൽ കൂടി അറിയാൻ സാധിച്ചത്. ഇദ്ദേഹത്തിന് ശേഷം തൊട്ടു പിന്നാലെ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ലീയുടെ പ്രസംഗമുണ്ടായിരുന്നു. അദ്ദേഹവും പേര് പറയാതെ തന്നെ അമേരിക്കയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പ്രധാനമായിട്ട് പറഞ്ഞത്. അതായത് 80 വർഷമായിട്ട് ലോകത്ത് നടക്കുന്ന ഒരു കച്ചവട നീതിയുണ്ട്, അത് താറുമറിക്കുവാൻ തീരുവകളിലൂടെ ചിലർ ശ്രമിക്കുകയാണെന്ന് പരോക്ഷമായി അമേരിക്കയെ ഉദ്ദേശിച്ച് പറയുകയും ചെയ്തു. സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇസ്രായേലിനെ നിശിതമായി വിമർശിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതയെല്ലാം ഉയർത്തിക്കൊണ്ട് വംശഹത്യ നടത്തുകയാണെന്നാണ് പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ആരോപിക്കുന്നത്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ ഈ വംശഹത്യ എന്ന് പറയുന്നത് നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, സാധാരണ ജനങ്ങളെ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നാണ് ഐക്യരാഷ്ട്ര സഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. SKN മധു, യഥാർത്ഥത്തിൽ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരാൾ വളരെ സുരക്ഷാ കവചത്തിലായിരിക്കും അമേരിക്കയിലെ ന്യൂയോർക്കിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച് കർക്കശമായ നിലപാട് UN ആസ്ഥാനത്തുണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിനെതിരെ കൂകി വിളിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹം ഈ കൂകി വിളിച്ചവരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും പറഞ്ഞു? SKN ഈ കൂകി വിളിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചില്ല, നേരെ പ്രസംഗത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര ഈ ക്രിമിനൽ കോർട്ടുമായി ബന്ധപ്പെട്ട് അമേരിക്ക അതിനെ വളരെ പരിഹാസത്തോടെ അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ട് ഒരു കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആരെയെങ്കിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവനെ പിടിച്ചു കൊടുക്കുക എന്നൊരു ബാധ്യതയില്ല. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടാതിരിക്കുകയും ചെയ്യാം. തന്നെയുമല്ല, ഐക്യരാഷ്ട്ര സഭാ ഹെഡ്ക്വാർട്ടേഴ്സിന് 1947 ഐക്യരാഷ്ട്ര സഭയും അമേരിക്കയും ചേർന്ന് വെച്ച ഹെഡ്ക്വാർട്ടേഴ്സ് എഗ്രിമെന്റ് പ്രകാരം നയതന്ത്ര ഒരു ഇത് കിട്ടും, പരിരക്ഷ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനകത്ത് കയറിയാൽ അവർക്കുള്ള പരിരക്ഷയുണ്ട്. ഇതിന്റെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അമേരിക്കയുടെ സുരക്ഷയുമുണ്ട്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷിതനാണ്. SKN ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇസ്രായേലി പ്രധാനമന്ത്രി UN പൊതുസഭയിൽ പ്രസംഗിക്കുന്ന ആ സമയം പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ അവർ കൂകി വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ ഇത് മധു കൊട്ടാരക്കര പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായും 24 മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ക്ഷുഭിതനായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ ഈ നടത്താൻ പോകുന്ന പ്രസംഗം പശ്ചിമേഷ്യയിലെ ഗസയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും എന്നാണ്. പക്ഷേ വാർത്താമാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്ത് ഈ പ്രസംഗമൊന്നും അവിടെ കേട്ടില്ല, വെടിവെച്ചകൾ മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. കാരണം അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് സാധാരണ ജനങ്ങളെ കൂട്ടക്കൊല നടത്തുന്ന ഒരാളോടുള്ള പ്രതിഷേധമാണ് ഇന്ന് UN പൊതുസഭയിൽ കണ്ടത്. പ്രതികൾ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് കൂകി വിളിയായിട്ട് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂകി വിളിയൊക്കെ നല്ല നമ്മുടെ ഇവിടുത്തെ കൂകി വിളി പോലെ തന്നെ കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, സായിപ്പ് കൂക്കി വിളിച്ചാലും നമ്മൾ കൂക്കി വിളിച്ചാലും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമെന്നുള്ളത്. എന്തായാലും ഇതാണ് അവിടെ സംഭവിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.